എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓഗസ്റ്റ് 28 ബംഗ്ലാദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. ഷിബിലി സാദിഖ് എന്ന പേരുള്ള 20 വയസ്സുകാരൻ. അവൻ ജീവിക്കുന്നത് ഒരു ദരിദ്ര കുടുംബത്തിലാണ്. അച്ഛൻ ഒരു ലോറി ഡ്രൈവർ. അച്ഛന്റെ വരുമാനം വെച്ച് അവന്റെ പഠിപ്പും വീട്ടിലെ ചെലവും ഒന്നും ഒത്തുപോകുന്നില്ല. അച്ഛനെ സഹായിക്കാനായി അവൻ അടുത്തുള്ള ഒരു കോഴി ഫാമിൽ മാനേജരായി ജോലി കയറുന്നു. ഷിബിലിയെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒരു സത്യസന്ധതയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത് അവൻ നല്ലൊരു പൊസിഷനിൽ എത്തുമെന്നാണ്. 2023 ഓഗസ്റ്റ് 28 ജോലിക്ക് പോയ ഷിബിലി എത്താറുള്ള സമയം കഴിഞ്ഞിട്ടും എത്തിയില്ല. അമ്മ ആകെ പേടിക്കുകയാണ്. അപ്പോ ഒരു ഫോൺ കോൾ ആ അമ്മയ്ക്ക് വരികയാണ്. അത് ഷിബിലിയായിരുന്നു. അതിങ്ങനെയാണ്: അമ്മ, എന്നെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി, എന്നെ രക്ഷിക്കണേ, അച്ഛനെ വിവരം അറിയിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ഷിബിലി പറയുന്നതാണ്. ഇനി ഞാൻ വിളിക്കാതെ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറയുന്നു. ഫോൺ കോൾ കട്ടാവും. പിന്നീട് ഷിബിലിക്ക് സംഭവിച്ചതറിഞ്ഞ് ബംഗ്ലാദേശിലെ ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. അവൻ എന്താണ് സംഭവിച്ചത്? ആ ഒരു കഥയിലേക്ക് നമുക്ക് പോകാം. ക്രൈംതമ്മ അവരുടെ ഭർത്താവിനെ, അതായത് ഷിബിലിയുടെ അച്ഛനെ വിളിച്ച് വിവരം അറിയിച്ചു. അച്ഛൻ ജോലി തീർത്ത് വീട്ടിൽ വന്നു. അപ്പോഴേക്കും അടുത്ത കോളും വന്നു. ആ കോളിന്റെ ഇങ്ങേ തലയ്ക്കൽ ഒരു നിശബ്ദതയായിരുന്നു. പിന്നീട് ഷിബിലി കരയുന്നതാണ്, എന്നെ അടിക്കല്ലേ എന്നും പറഞ്ഞ്. അതിനുശേഷം മറ്റൊരു വോയിസ് ആണ് അവർ കേൾക്കുന്നത്. നിങ്ങളുടെ മകനെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടുവന്നത്, 15 ലക്ഷം രൂപ തന്നാൽ ഇവനെ വിടാം എന്ന്. ഇത് കേട്ട് അച്ഛനമ്മമാർ ഞെട്ടിപ്പോയി. കാരണം ഷിബിലിയുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ പോലും അവരുടെ കയ്യിൽ പണമില്ല. പക്ഷെ ഇതൊക്കെ തട്ടിക്കൊണ്ടു പോയവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വന്തം മകനെ അവർ കൊന്നുകളഞ്ഞാലോ എന്ന് പേടിച്ച് ആ 15 ലക്ഷം രൂപ തരാമെന്ന് ആ അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ആ അച്ഛൻ 3 ദിവസം പലരോടും പണം കടം ചോദിച്ചുകൊണ്ട് നടന്നു. ആരും കൊടുത്തില്ല. 15 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നത് ആ ദരിദ്ര കുടുംബത്തിന് വലിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ സംഘത്തിനെ ഫോൺ വിളിച്ച് തങ്ങളുടെ അവസ്ഥ അറിയിച്ചു. സംഘം പറഞ്ഞത്, 2 ലക്ഷം രൂപ നിങ്ങൾ നിർബന്ധമായി ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊന്നുകളയുമെന്നാണ്. അവസാനം ആ പാവ അച്ഛൻ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. 2023 സെപ്റ്റംബർ 4 പണവുമായി ഷിബിലിയുടെ അച്ഛൻ ഈ സംഘം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ 2 മാസ്ക് ഇട്ട ആളുകളെ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ മകൻ വീട്ടിലേക്ക് എത്തുമെന്ന്. മകൻ വീട്ടിലെത്തുമെന്ന ആശ്വാസത്തിൽ ആ അച്ഛൻ വീട്ടിലെത്തുകയാണ്. പക്ഷെ വീട്ടിൽ മകൻ എത്തിയില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, മകൻ വീടെത്തിയില്ല. ഇതോടുകൂടി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി ഈ കുടുംബം 2023 സെപ്റ്റംബർ 7 പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ പോലീസിനോട് പറഞ്ഞു. എല്ലാം കേട്ട പോലീസിന് ആദ്യം ദേഷ്യമാണ് വന്നത്. ഇവരോട് പോലീസ് ഒന്ന് ചൂടായ ശേഷം പിന്നീട് കേസ് അന്വേഷിക്കുകയാണ്. ഷിബിലിക്ക് ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. അവസാനമായിട്ട് ഷിബിലിയെ ആരാണ് കണ്ടതെന്നും പരിശോധിച്ചു. ഒരുപാട് പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിനൊരു തുമ്പ് കിട്ടുകയാണ്. അവസാനം ഷിബിലിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്തു. അതൊരു 6 അംഗ സംഘമായിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. സംഭവിച്ചത് ഇതായിരുന്നു: ഷിബിലിക്ക് കോഴി ഫാമിൽ ജോലി കിട്ടി. അവനോടൊപ്പം മറ്റ് 6 പേരും ജോലിക്കുണ്ടായിരുന്നു. ഷിബിലിക്ക് 20 വയസ്സും ഇവർക്കൊക്കെ 25 വയസ്സും പ്രായമുണ്ട്. ആദ്യമൊക്കെ ഇവർ ഷിബിലിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഷിബിലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഫാമിൽ നിന്നും കോഴിക്ക് കൊടുക്കുന്ന തീറ്റയുടെ പാക്കറ്റുകൾ കാണാതാവുന്നു. ഈ തീറ്റ പാക്കറ്റുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ 6 പേരെയും ഷിബിലി സംശയിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫാമിൽ ഒരു ദിവസം ഒളിച്ചിരിക്കാൻ അവൻ തീരുമാനിക്കുന്നു. അവരെല്ലാവരെയും അവൻ അവിടുന്ന് പോയി എന്ന് ആദ്യം ബോധ്യപ്പെടുത്തി. എന്നിട്ട് ആരും കാണാതെ ഒളിച്ചിരുന്നു. അപ്പോഴാണ് അവൻ കാണുന്നത്, ഈ 6 പേരും കൂടി ഫുഡ് പാക്കറ്റുകൾ മോഷ്ടിച്ച് പുറത്തു കൊണ്ടുപോയി വിൽക്കുന്നു. ഇത് കണ്ടപാടെ ഷിബിലി ഇവർക്ക് മുന്നിൽ ചാടി വീഴുകയാണ്. എന്നിട്ട് ഓണർക്ക് ഫോൺ വിളിച്ചു. കാര്യങ്ങളെല്ലാം ഓണറോട് പറയുകയും ചെയ്തു.
ഇതിനുശേഷം ഷിബിലി ഇവരെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ കള്ളത്തനങ്ങൾ ചെയ്യരുതെന്ന്. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരു 20 വയസ്സുള്ള നീ ഞങ്ങളെ എന്തിനു ഉപദേശിക്കുന്നു എന്നായിരുന്നു. ഷിബിലിയും ഈ 6 പേരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോഴേക്കും ഓണർ ഓടിയെത്തുകയാണ് അവിടെ. പ്രശ്നങ്ങളെല്ലാം ഓണർ ഇടപെട്ട് പറഞ്ഞു തീർക്കുകയാണ്. എന്നിട്ട് ഓണർ ഈ 6 അംഗ സംഘത്തോട് പറയുകയാണ്, ഇനി ഈ തെറ്റിവിടെ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ജോലിയിൽ നിന്ന് നിങ്ങൾ 6 പേരെയും ഞാൻ പറഞ്ഞു വിടും എന്നും പറഞ്ഞിട്ട് ഓണർ തിരിച്ചു പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് പഴയതുപോലെ ഇവർ ജോലിയിൽ തുടരുന്നു. ഷിബിലിയും ഈ 6 പേരും വീണ്ടും നല്ല ഫ്രണ്ട്ഷിപ്പിലോട്ട് ആവുകയാണ്. ഷിബിലിയുടെ മനസ്സിൽ പഴയതൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ 6 അംഗ സംഘത്തിന് നല്ല പകയുണ്ടായിരുന്നു. പ്രതികാരം ചെയ്യാൻ വേണ്ടി അവർ സമയം കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞു. 2023 ഓഗസ്റ്റ് 28-ാം തീയതി ജോലി കഴിഞ്ഞു പോകുകയായിരുന്ന ഷിബിലിയെ ഇവർ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷമാണ് അമ്മയെ ഫോൺ വിളിക്കുന്നതും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. ഷിബിലിയുടെ അച്ഛനിൽ നിന്നും ഇവർ പണം വാങ്ങിച്ചു. അതിനുശേഷം ഷിബിലിയെ വെറുതെ വിടാനായിരുന്നു മറ്റ്5 പേർക്കും താല്പര്യം. പക്ഷെ ഇതിൽ 6ാമനായ ഉമാച്ചി മർമ്മ എന്ന് പറയുന്ന ഒരുത്തൻ ഇവരോട് പറഞ്ഞത്, ഷിബിലിയെ വെറുതെ വിട്ടാൽ ഇവൻ പോലീസിനെ നമ്മളെ കാട്ടിക്കൊടുക്കും, നമ്മൾ പിടിക്കപ്പെടും, അതുകൊണ്ട് ഇവനെ കൊല്ലാമെന്ന്. മറ്റ്5 പേരും അവസാനം ഇത് സമ്മതിക്കുകയാണ്. അവരെല്ലാം ചേർന്ന് ഷിബിലിയുടെ കൈകാലുകൾ കെട്ടിവെച്ചു. ഒരു കത്തി കൊണ്ട് അവന്റെ കഴുത്ത് അറുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ചോര ചീറ്റി അവൻ പിടഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം ഷിബിലിയെ വാഴയിൽ പൊതിഞ്ഞ് ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തു എന്നാണ് ഇവർ പോലീസിന് കൊടുത്ത മൊഴി. പക്ഷേ ഈ കേസ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പോലീസുകാർ ഇവർ ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പോലീസിന് സംശയമായി, ഇത്ര പെട്ടെന്ന് ഈ ബോഡി ജീർണിക്കുമോ? ഒന്നും കൂടെ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് യഥാർത്ഥ സംഭവം പുറത്തു വരുന്നത്. ഇവർ ഷിബിലിയെ കൊന്നു. അതിനുശേഷം ഇങ്ങനെ കൊണ്ടിട്ടാല് ബോഡി തിരിച്ചറിഞ്ഞ് പിടിക്കപ്പെടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം അവന്റെ മുഖമെല്ലാം ചതച്ചു കളഞ്ഞു. എന്നിട്ട് ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി എല്ലിൽ നിന്നും മാംസം വേർപെടുത്തി എടുത്തു. ഇതിലെ ഉമാച്ചി മർമ്മ എന്ന് പറയുന്നവൻ ഈ മാംസ കഷ്ണങ്ങൾ എടുത്ത് കറി വെച്ച് കഴിക്കുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ കേട്ട് പോലീസും ബംഗ്ലാദേശിലെ നാട്ടുകാരും നടുങ്ങിപ്പോയി. നാട്ടുകാർക്ക് ഇവരോട് കടുത്ത ദേഷ്യമായി. ഉമാച്ചി മർമ്മയും കൂട്ടി 3 പോലീസുകാർ ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നാട്ടുകാർ എല്ലാം കൂടെ സംഘടിച്ച് ഇവനെ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ടു. നാട്ടുകാർ എല്ലാം ചേർന്ന് ഇവനെ അടിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ ഉമാച്ചി മർമ്മ മരിച്ചു. ബാക്കി 5 പേർക്കെതിരെ പോലീസ് മർഡർ കേസ് ഫയൽ ചെയ്തു. ഉമാച്ചി മർമ്മ എന്ന ഈ ദ്രോഹിയെ നാട്ടുകാർ ചേർന്ന് ഇങ്ങനെ ചെയ്തത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.